ആരാധനയ്ക്ക് യോഗ്യനായവനെ ആരാധിക്കുന്നത് ദൈവജനത്തിന് വിടുതലാണ്. അടിസ്ഥാനങ്ങൾ, ഹല്ലേലൂയ, വാതിലുകൾ, ചങ്ങലകൾ, ഇതൊന്നും ആരാധിക്കുന്ന ജനത്തിന് തടസ്സമല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. പഴയ കാലത്ത് ഒരു സഭയിൽ ഞാൻ ചെന്നപ്പം അവിടുത്തെ സഹോദരി, അവരുടെ ഒരു കൂട്ടുകാരി വേറെ ഒരു സഭയിൽ ആരാധനയ്ക്ക് പോയ ദിവസമാണ്. പ്രൈസ് ഗോഡ്. എന്തോ കാര്യത്തിന് ആ സഭയിൽ നിന്ന് വേറൊരു സഭയിലേക്ക് അവരുടെ റിലേറ്റീവിൻ്റെ വീട്ടിലോ മറ്റോ പോയപ്പം അവിടുത്തെ ആരാധന അവരും വന്നു, ഇവിടുത്തെ ആരാധന ഇവരും വന്നു. ഞാനിവിടെ ഇരിക്കുമ്പം ഈ ഞങ്ങൾ ചെന്ന വീട്ടിലെ സഹോദരി മറ്റേ സഹോദരിയെ ഫോൺ ചെയ്ത് ചോദിക്കുന്നത് കേട്ടപ്പം ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി. പ്രൈസ് ഗോഡ്. ചോദിച്ചത് എങ്ങനെയാണ്? പ്രൈസ് ഗോഡ്, ഇന്നത്തെ ആരാധനയ്ക്ക് പോയിരുന്നോ? പോയിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നിട്ടോ ആരാധിച്ചോ? ഇതൊരു ചോദ്യമല്ലേ, ആരാധനയ്ക്ക് പോയിട്ട് ആരാധിച്ചോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പുറത്ത് മറുപടി ഞാൻ കേട്ടില്ല. ആമേൻ, ദൈവത്തിന് സ്തോത്രം എന്നവർ പറഞ്ഞു. ആമേൻ. ഞാൻ പറയുന്നത്, ഇന്ന് നമ്മളിവിടെ വന്നത് പ്രാർത്ഥിക്കാനല്ല, പ്രസംഗം കേൾക്കാനല്ല, സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിക്കാനുമല്ല, ഹല്ലേലൂയ, സ്തോത്രകാഴ്ച ഇടാനല്ല. പ്രൈസ് ഗോഡ്. ഇവിടൊക്കെ ആശീർവാദം കേട്ട് പിരിഞ്ഞു പോയി കഞ്ഞു കുടിച്ചിട്ട് വണ്ടി കയറി തിരിച്ചു പോകാനുമല്ല. ഇതെല്ലാത്തിൻ്റെയും ഉദ്ദേശം ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, കർത്താവിനെ ആരാധിക്കാൻ. ആമേൻ. ഇന്ന് ആരാധിക്കാൻ വന്നവർ മാത്രം ഒരു സ്തോത്രം പറഞ്ഞേ. ഇത് ആരാധന ദിവസമാണ്, ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം അവനിൽ സന്തോഷിക്കുക. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഓരോ ആരാധനയും ഒരു അത്ഭുതമാകണം കേട്ടോ. നമുക്കൊരു അത്ഭുതമാകണം ഓരോ ആരാധനയും. ഓരോ ശുശ്രൂഷയിലും നമുക്കൊരു അത്ഭുതമാകണം. ഓരോ പ്രാർത്ഥനയും നമുക്കൊരു അത്ഭുതമാകണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിന് എന്ത് ചെയ്യണമെന്നറിയാമോ? പ്രൈസ് ഗോഡ്, ഒരു കാര്യം മനസ്സ് വെച്ച് ചെയ്താലേ പറ്റുള്ളൂ. ജസ്റ്റ് ആരാധനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒരു ബോധ്യം ഉണ്ടാകണം, ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടില്ല. പ്രൈസ് ഗോഡ്, ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചതുപോലെ ഇതുവരെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുപോലെ പാട്ട് പാടി ആരാധിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, നമുക്കൊരു ആശ്ചര്യമാകണമെങ്കിൽ, ഒരു അത്ഭുതമായി തോന്നണമെങ്കിൽ ഒരു തോന്നൽ വരണം. എന്താണെന്നറിയാമോ? ഇന്ന് പാടി ആരാധിച്ചതുപോലെ ഞാൻ ഇതുവരെ ആരാധിച്ചിട്ടില്ല. ഓരോ പ്രാവശ്യവും പ്രൈസ് ഗോഡ് ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ അവൻ പുതിയ കൃപകൾ അനുഭവിക്കുന്ന, പുതിയ വായു ശ്വസിക്കുന്ന, പുതിയ വെള്ളം കുടിക്കുന്ന, പുതിയ ഭക്ഷണം കഴിച്ച ദൈവവൈതലേ, ഇന്ന് പകൽക്കാലം പുത്തനൊരു ആരാധന ദൈവത്തിന് സമർപ്പിക്കാൻ കഴിഞ്ഞവർക്ക് സ്തോത്രം ചെയ്തവനെ ഒന്ന് ആരാധിക്കാം. ഇങ്ങനെ ഒരു പുതുക്കം, ആത്മാവിൻ്റെ പുതുക്കത്തിലുള്ളൊരു ആരാധന, ആമേൻ, ഹല്ലേലൂയ. അത് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാത്തൊരു അവസ്ഥയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് പലർക്കും ഉള്ള കുഴപ്പം എന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം, മറ്റുള്ളവരെല്ലാം ഉണർന്നിരിക്കുകയാണെങ്കിൽ ഞാനും അങ്ങ് ഉണരും, മറ്റുള്ളവരെല്ലാം ഡള്ളാണെങ്കിൽ ഞാനും അങ്ങ് ഡള്ളാവും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഏലിയാവിൻ്റെ ഗതി എന്താകുമായിരുന്നു? പ്രൈസ് ഗോഡ്. കാർമേൽ പർവ്വതത്തിൽ നിൽക്കുന്ന ഏലിയാവിൻ്റെ ഗതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹല്ലേലൂയ. 400 ബാലിൻ്റെ പ്രവാചകന്മാരും 450 അശേരയുടെ പ്രവാചകന്മാരും അങ്ങനെ നിൽക്കുന്ന സമയത്ത് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അന്യ ആരാധനകൾ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏകനായി നിൽക്കുന്ന ഏലിയാവിനൊരു കാര്യം അറിയാം. അവരവിടെ കിടന്ന് തുള്ളിയാലും ചാടിയാലും താമൻ പ്രൈസ് ഗോഡ് ഒന്നും നടക്കത്തില്ല. പ്രൈസ് ഗോഡ്, ഞാൻ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവനായതുകൊണ്ട് എൻ്റെ ഒരൊറ്റ വ്യക്തിത്വത്തിൻ്റെ, ആമൻ, എൻ്റെ ഒറ്റ പാട്ടിൻ്റെ, എൻ്റെ ഒറ്റ സ്തോത്രത്തിൻ്റെ, എൻ്റെ ഒറ്റ പ്രാർത്ഥനയുടെ മുമ്പിൽ ആകാശം തുറന്ന് തീ ഇറങ്ങാനിടയായി തീരും. ആ പ്രത്യാശയുള്ളവർക്ക് ആരാധനയ്ക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പ്രൈസ് ഗോഡ്. സാഹചര്യത്തെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവർക്ക് തീ ഇറങ്ങിയാലും തീ ഇറങ്ങിയില്ലെങ്കിലും എനിക്കൊരു ഉറപ്പാണ്, എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ഇന്ന് പകല് എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്ന് ഉറപ്പോടെ വന്നവർ എത്ര പേരുണ്ട്? പ്രൈസ് ഗോഡ്. God is going to work for you and you alone. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. DL മുടി ഈ കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഞാൻ ഈ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരൊറ്റ കാരണത്തിലാണെന്ന് പുള്ളി പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ, ഹല്ലേലൂയ, മറ്റ് ആരുമില്ലായിരുന്നെങ്കിൽ പോലും ഞാൻ ഒരൊറ്റ
പാപിയെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ പോലും യേശു കാൽവരിയിൽ എനിക്ക് വേണ്ടി മരിക്കുമായിരുന്നു. പ്രൈസ് ഗോഡ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ദൈവത്തിന്റെ സ്തോത്രം മൂടി കൊടുത്ത മറുപടി ഇങ്ങനെയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കർത്താവ് പറഞ്ഞു, ഒരു മനുഷ്യന്റെ ആത്മാവിൻ്റെ വില ഈ മുഴു ലോകത്തേക്കാൾ വലുതാണ്. പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വേണ്ടുകയില്ല, ദൈവത്തിന്റെ സന്നിധിയിൽ ഈ മുഴു ലോകത്തേക്കാൾ വിലയുള്ളവരാണെന്ന് മനസ്സിലാക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് യെശയ്യാവ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിന്നെ വിലയേറിയവനും മാന്യനുമായി സ്നേഹിച്ചിരിക്കയാൽ. പ്രൈസ് ഗോഡ്. നിന്നെ സ്നേഹിച്ചത് നീ വിലയേറിയവനും മാന്യനുമെന്ന് അവൻ കണ്ട് നിന്നെ സ്നേഹിച്ചതാണ്. പ്രൈസ് ഗോഡ്. അങ്ങനെ ദൈവത്തിന് സ്തോത്രം. ദൈവസ്നേഹം അകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന്റെ പരിപാടി എന്നറിയാമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ യെശയ്യാപ്രവചനത്തിലെത്ത് വായിച്ച് പലപ്പോഴും സന്തോഷിച്ചുള്ള ഭാഗമാണെന്ന്. യാക്കോബേ, ഞാൻ നിന്നെ, ഇസ്രായേൽ പരീക്ഷയെ പേടിക്കണ്ട, ഞാൻ നിന്നെ പല്ലേറിയതും മൂർച്ചയുള്ളതുമായ മെതിവണ്ടിയാക്കി മാറ്റും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഈ മെതിവണ്ടിക്ക് ഒരു ട്രാൻസ്ലേഷൻ ബുൾഡോസർ എന്നാണ്. പ്രൈസ് ഗോഡ്. ബുൾഡോസർ അറിയാവുന്നവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്ന ഒരു ബുദ്ധിമുട്ട്. ലോകത്തിലെ ഒരുപാട് വാഹനങ്ങളുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിൽ ഈ ബുൾഡോസറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള വാഹനങ്ങൾക്ക് പോകാനായിട്ട് ഒരു റോഡ് വേണം. പ്രൈസ് ഗോഡ്. നേരത്തെ വെട്ടിയിട്ട് റോഡിൽ കൂടെ മാത്രമേ ബാക്കിയുള്ള വാഹനങ്ങൾക്ക് പോകാൻ പറ്റൂ. പ്രൈസ് ഗോഡ്. അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് മാറ്റിയിട്ടേ പോകാൻ പറ്റൂ. റോഡില്ലെങ്കിലും വഴിയിൽ ഒരു തടസ്സം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പ്രൈസ് ഗോഡ് പോകാൻ പറ്റൂ. ജീപ്പൊക്കെ ചിലപ്പോൾ ഒരു റോഡില്ലെങ്കിലും പോയി വെക്കും, പക്ഷേ വഴി തടസ്സം വന്നാൽ പോകത്തില്ല. എന്നാൽ ബുൾഡോസറിൻ്റെ ഗുണം എന്നാണെന്നറിയാമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ചക്രത്തിൻ്റെ 4 ചക്രങ്ങളുടെ 6 or 4 ചക്രങ്ങൾ തമ്മിൽ ഘടിപ്പിച്ച് കൊണ്ടൊരു ചെയിനുണ്ട്. പ്രൈസ് ഗോഡ്. 2 സൈഡിൽ ഒരു ചെയിനുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ബുൾഡോസറിൻ്റെ പ്രത്യേകത, അത് വഴിയില്ലാത്തടത്ത് വഴി ഉണ്ടാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകും. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽ സകല വഴിയും അടഞ്ഞാലും ദൈവം നിന്നെ തൊട്ട്, ദൈവം നിന്നെ ഒരു മെതിവണ്ടിയാക്കി കഴിയുമ്പോൾ അടഞ്ഞ വഴികൾ വിഷയമല്ല. വഴിയില്ലാത്തടത്ത് വഴി ഉണ്ടാക്കിക്കൊണ്ട് ഞാനും നീയും മുന്നോട്ട് പോകുമെന്ന് ഈ വാക്യം ബലത്തോടെ അറിയിക്കുമ്പോൾ ഒരു സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാമോ? വഴികളെ തുറക്കുന്ന ദൈവകൃപ, വാതിലുകളെ തുറക്കുന്ന ദൈവകൃപ ആമേൻ ഇന്ന് പകൽക്കാലം വ്യാപരിക്കട്ടെ. പ്രൈസ് ഗോഡ്. ആമേൻ. രണ്ടാമത് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പ്രൈസ് ഗോഡ്, എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ പ്രൈസ് ഗോഡ് അതിൻ്റെ മുമ്പിൽ ഒരു ബക്കറ്റ് പോലെ ഇതുണ്ട്. പ്രൈസ് ഗോഡ്. അതങ്ങോട്ട് പ്രൈസ് ഗോഡ് അങ്ങ് പൊക്കിയെടുത്ത് ദൂരോട്ടം കളഞ്ഞിട്ട് പിന്നെ മുന്നോട്ട് പോകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കരിമ്പാറ കെട്ടുകൾ പോലെയുള്ള തടസ്സങ്ങൾ നിന്റെ മുമ്പിൽ നിന്നാലും പ്രൈസ് നിന്നെ ഒരു ബുൾഡോസറാക്കി മാറ്റി കഴിയുമ്പോൾ നിന്നെ കൊണ്ട് സാധിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയവനെ ആരാധിക്ക്. അത് പൊക്കിയെടുത്ത് ദൂരെ എറിഞ്ഞ് നീ മുന്നോട്ട് പോകും. ഒരു തടസ്സവും എൻ്റെ വഴിയിൽ എന്നെ പിടിച്ച് നിർത്തത്തില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം തടസ്സങ്ങളെ മാറ്റി മുന്നോട്ട് പോകത്തക്കവണ്ണം ദൈവകൃപ വ്യാപരിക്കണമേ. വഴിയില്ലാത്തടത്ത് വഴി തുറന്ന് മുന്നോട്ട് പോകത്തക്കവണ്ണം ദൈവകൃപ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇനി പാറക്കെട്ടല്ല, വലിയ മരമാണെന്ന് വിചാരിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ വേരോടെ അങ്ങോട്ട് അവൻ പൊക്കിയെടുത്ത് ദൂരെ എറിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളായി എൻ്റെയും നിൻ്റെയും മുമ്പിൽ വളർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന മരം പോലെ നിൽക്കുന്ന തടസ്സങ്ങളെ മുന്നോട്ട് മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകത്തക്കവണ്ണം വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വഴികൾ തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ നിന്റെ കൃപ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങൾ ആരാണ്, ഞങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? ഈ ഒരു ബോധം ഞങ്ങൾക്ക് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഭാരങ്ങൾ കണ്ട് ഭയപ്പെട്ട് നിൽക്കാനല്ല, തടസ്സങ്ങൾ കണ്ട് ഭയപ്പെട്ട് നിൽക്കാനല്ല. ഉടബല ഹതുരാജമനാരകതകരന്തരഹക്ഷേ അർത്തൽ കൗഡേ ജമനാദലകല ഹസ്തനാ ജമനാദലവരഹരഭവ. ഹല്ലേലൂയ. 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 ഞങ്ങൾ ഇതൊന്നും കണ്ട് നിൽക്കാനുള്ളവനല്ല. ഞാൻ വിചാരിക്കുന്നു ദൈവത്തിന്റെ സ്തോത്രം, ഈ സത്യം മനസ്സിലാക്കിയില്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ മക്കൾ ഇന്നും മിസ്രൈമിൽ കിടന്നേനെ. കാരണം പ്രൈസ് ഗോഡ് അവർക്ക് മുന്നോട്ട് പോകാൻ വഴിയില്ലാതെ ഇരുവശത്തും ബീഹാഗുരത്ത് പർവ്വനിരകൾ, പുറകിൽ നിന്ന് ഫറവോൻ, മുൻപിൽ ആർത്തലയ്ക്കുന്ന ചെങ്കടൽ. പക്ഷേ ഇസ്രായേൽ മക്കൾക്ക് ഒരു കാര്യം അറിയാം. പ്രൈസ് ഗോഡ് വിശ്വാസത്താൽ കൈ നീട്ടുമ്പോൾ അവന് വഴിയില്ലാത്തടത്ത് വഴി ഉണ്ടാകും. പ്രൈസ് ഗോഡ്. വഴി തുറക്കാത്തടത്ത് വഴി തുറക്കും. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, വിശ്വാസത്താൽ പ്രാർത്ഥനയെ ഏറ്റെടുക്കുന്ന ദൈവത്തിന്റെ പൈതലേ, വിശ്വാസത്താൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ച ദൈവത്തിന്റെ പൈതലേ, നീ പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞങ്ങളെ പുറകോട്ട് വലിക്കുന്ന ദുഷ്ടശക്തികളുടെ മേൽ ഈ 2014 ജയമെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ഒരൊറ്റ തീരുമാനം ശരിക്കെടുത്താൽ പിന്നെ ക്രിസ്തീയ ജീവിതത്തിൽ ആമേൻ നീ എത്തേണ്ടടുത്ത് എത്തുന്നുള്ള ഉറപ്പാണ്. എന്തോ തീരുമാനറിയാമോ? തിരിച്ചു പോകുന്ന
പ്രശ്നമില്ല. പുറകോട്ട് കാലെടുത്ത് വയ്ക്കുന്ന പ്രശ്നമില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ജീവൻ കൊടുക്കേണ്ടി വന്നാലും ദൈവത്തിന് സ്തോത്രം, മുൻപോട്ടല്ലാതെ ഞാൻ പുറകോട്ട് പോകുന്ന പ്രശ്നമില്ലെന്ന് തീരുമാനിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നീ പിന്നെ കാണുന്ന എന്നാന്നറിയാമോ? നിന്റെ തീരുമാനത്തോടെ നീ പ്രാർത്ഥിക്കുമ്പോൾ കാണുന്ന എന്നാന്നറിയാമോ? നിന്റെ തീരുമാനത്തോടെ നീ ആരാധിക്കുമ്പോൾ കാണുന്ന എന്നാന്നറിയാമോ? നിന്റെ തീരുമാനത്തോടെ നിന്റെ വലം കൈ നീട്ടുമ്പോൾ കാണുന്നത് എന്നാന്നറിയാമോ? നിനക്കെതിരെ ഉണ്ടായിരുന്ന കോട്ടകളെ ഇടിച്ചുകൊണ്ട്, ചെങ്കടലിനെ വറ്റിച്ചുകൊണ്ട് നിന്റെ മുമ്പിൽ വഴി തുറക്കുന്നത് കാണാൻ സാധിക്കും. 2014 ഇതുപോലെ വഴി തുറക്കുന്നത് കണ്ട് മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ, പ്രൈസ് ഗോഡ്. 2014 എനിക്ക് ഇതുപോലെ തന്നെ വഴികൾ തുറന്ന് കിട്ടുമെന്ന് ഉറപ്പുള്ളവർക്ക് ഒരു സ്തോത്രം ചെയ്യാം. പ്രൈസ് ഗോഡ്. ഇനി വല്ലവർക്കും സംശയമുണ്ടെങ്കിൽ 13 നോക്കിയാൽ മതി. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. തകർക്കാൻ നോക്കിയ സ്ഥാനത്ത്, മുടിക്കാൻ നോക്കിയ സ്ഥാനത്ത്, ചീന്തിക്കളയാൻ നോക്കിയ സ്ഥാനത്ത്, വഴികൾ അടച്ചു നിന്ന് പോരാട്ടിയ സ്ഥാനത്ത്, ഹല്ലേലൂയ, 4 വശത്ത് നിനക്ക് മുമ്പിൽ വഴി അടച്ച്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന സ്ഥാനത്ത്, ആമേൻ, മെശൂരുടെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. അവൻ മഹിമയോടെ നിന്റെ സഹായത്തിനായി ആകാശത്തൂടെ എഴുന്നള്ളി വരുന്നു എന്ന് പറഞ്ഞതുപോലെ, ആമേൻ, നിനക്ക് പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്ന് ആമേൻ കരം നീട്ടി വിടിവിച്ചത് ഓർത്താൽ ഈ 2014 അതിനേക്കാൾ വലിയ വിടുതലുകൾ ഞാൻ കാണുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ സ്തോത്രം ചെയ്യുക. ഒരു ആത്മീയ മർമ്മം ഞാൻ പറയാം. 2013 കണ്ടത് കരടിയാണെങ്കിൽ, 2013 കണ്ടത് സിംഹത്തെ ആണെങ്കിൽ, 2014 കാണാൻ പോകുന്നത് ഗോലിയാത്തിനെ ആയിരിക്കും. മനസ്സിലായോ? 13 കണ്ടത് സിംഹവും കരടിയുമാണെങ്കിൽ 14 കാണാൻ പോകുന്നത് ഗോലിയാത്തിനെ ആയിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷേ പ്രൈസ് ഗോഡ്, എൻ്റെ സന്തോഷം എന്നറിയാമോ? 2013 കരടിയെ കൊന്നത് ആരും കണ്ടില്ല, ഞാൻ പറഞ്ഞപ്പോൾ അറിഞ്ഞത്. 2013 സിംഹത്തെ കൊന്നത് എൻ്റെ അപ്പനും അമ്മയും അറിഞ്ഞില്ല, സഹോദരങ്ങൾ അറിഞ്ഞില്ല, ഞാൻ പറഞ്ഞപ്പോൾ അറിഞ്ഞത്. എന്നാൽ 2014 ഗോലിയാത്ത് താഴെ വീഴാൻ പോകുന്നത് ഈ സഹോദരന്മാർ കാണും, രാജ്യത്തെ രാജാവ് കാണും, പ്രജകൾ കാണും, സൈന്യങ്ങൾ കാണും, സകലരും കാണും. എന്ന് പറഞ്ഞാൽ എല്ലാവരും കാണുക, നിന്നെ മാനിക്കാൻ കഴിവുള്ള ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. മറ്റുള്ളവർ സ്പഷ്ടമായി കാണത്തക്കവണ്ണം നിന്നെ ബഹുമാനിക്കുന്ന ദിവസങ്ങൾ 2014 ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, അന്തര ബൗഡക രഗതക ജഗന സലമ രഗതക രഗത ശന്തർ ഖൗഡേ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ. നിങ്ങൾ 2-3 കാര്യങ്ങളൊന്ന് കുറിച്ചിട്ടേക്കണം. എന്തെന്നറിയാമോ? 1, നിന്ദിക്കപ്പെടുന്ന അനുഭവങ്ങൾ അപ്പനെ കുറിച്ച് വെക്കണം. തീയതി, ഡേറ്റ്, സമയം, ആര് നിന്ദിച്ചു. പ്രൈസ് ഗോഡ്. മനസ്സിലായോ? ചിലർക്ക് ഓർത്തിരിക്കാൻ പറ്റത്തില്ല, ഞാനാണെങ്കിൽ ഓർത്തിരിക്കും. ഓർക്കാൻ വയ്ക്കും നിങ്ങളെ നിന്ദിച്ച സമയം, എത്ര മണിക്ക്, ഹല്ലേലൂയ. 2, എവിടെ വെച്ച്. 3, ആര്. 4, എന്ത് വിഷയത്തിൽ. ഇത് 4 കുറിച്ചിരുന്നു. ആമേൻ, പ്രൈസ് ഗോഡ്. എന്നിട്ട് അടുത്ത വർഷത്തെ ആദ്യത്തെ ആരാധന സമയത്ത് തമ്പുരാൻ ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും, നിങ്ങൾ കുറിച്ചിട്ടോടത്ത് എന്തായി? ഒരു കാര്യം ഞാൻ ഇപ്പോഴേ അഡ്വാൻസ് ആയിട്ട് പറയാം. ആ സ്ഥലത്ത് തന്നെ, അവരുടെ മുമ്പേ തന്നെ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ കണ്ണുകൊണ്ട് കാണും, ചെവി കൊണ്ട് കേൾക്കും, നീ ജീവിതത്തിൽ അനുഭവിക്കാനും ഇടയായിത്തീരും. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ നിന്ദകളെ മാറ്റുന്ന അനുഭവങ്ങളെ മാറ്റുന്ന, അനുഗ്രഹങ്ങളാക്കി മാറ്റുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇത് വളരെ വ്യക്തമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ഭാഗം തന്നെ ഒന്നുകൂടെ പറഞ്ഞാൽ, ദാവീദ് വന്നപ്പം ചേട്ടന്മാർ ചോദിച്ചതിൻ്റെ അർത്ഥം എന്നറിയാം. എടാ പൂച്ചയ്ക്ക് എന്നടാ പൊന്നിരിക്കുന്നോർത്ത് കാര്യം, നീ എന്തിനാ ഇവിടെ വന്നത്? പട കാണാനല്ലേ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കുറച്ച് ആടുള്ളതിനെ മരുഭൂമിയിൽ ഇട്ടേച്ച് നീ പോന്നേക്കല്ലേ? ഉത്തരവാദിത്തമില്ലാത്തവനല്ലേ? കൂടെ ഒരു വാക്കുകൊണ്ട് നീ നിന്റെ നെകളാണെന്നറിയാമെന്ന് പറഞ്ഞു, അഹങ്കാരിയാണെന്ന് അറിയാമെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഒരൊറ്റ അക്ഷരം ദാവീദ് പറഞ്ഞില്ല. ദാവീദ് പറഞ്ഞു, ഞാനൊരു വാക്കല്ലേ പറഞ്ഞില്ല, ചേട്ടന്മാരെ ക്ഷമിക്കുക പോട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇത് പറഞ്ഞപ്പോൾ ചേട്ടന്മാർക്ക് ആശ്വാസമായി. പക്ഷേ ചേട്ടന്മാർ ഇപ്പുറത്തൂടെ പോയപ്പോൾ ദാവീദ് ഇപ്പുറത്തൂടെ പോയി. എന്തിനാണെന്നറിയാമോ? പട കാണാനല്ല വന്നത്, പട ജയിക്കാനാണ് വന്നത്. ഈ 2014 ചിലത് കണ്ടു മടങ്ങിപ്പോകാനല്ല, ജയം പ്രാപിക്കാനാണെന്ന് മനസ്സിലാക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. ഏത് ഏലാ താഴ്വരയിൽ വെച്ച്
ദാവീദിനെ ചെറുക്കനെന്ന് പറഞ്ഞോ, പ്രാപ്തിയില്ലാത്തവനെന്ന് പറഞ്ഞോ, ഗുണം കിട്ടവനെന്ന് പറഞ്ഞോ, ഉത്തരവാദിത്തമില്ലാത്തവനെന്ന് പറഞ്ഞോ, എന്തൊക്കെ പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ എണ്ണി നോക്കിയാൽ മതി. 6 കൂട്ടം കാര്യങ്ങൾ ദാവീദിനെ കുറിച്ച് അവിടെ താഴ്ത്തിക്കെട്ടി. പ്രൈസ് ഗോഡ്. പക്ഷെ ദാവീദിനെ താഴ്ത്തിക്കെട്ടിയ സ്ഥാനത്ത് ഒരൊറ്റ കല്ലുകൊണ്ട് ദൈവം അവനെ കെട്ടിപ്പൊക്കി. ഒറ്റ കല്ലുകൊണ്ട് കെട്ടിപ്പൊക്കി. ഇന്ന് പകൽക്കാലം ആയിരക്കണക്കിന് ലോഡ് കല്ല് വേണ്ട, അവൻ ഇഷ്ടികകൾ വേണ്ട, കരിങ്കല്ലുകൾ വേണ്ട. പ്രൈസ് ഗോഡ്. ഒരൊറ്റ കല്ലുകൊണ്ട് ഉടബല ഹദല ജലബല ഹദര ശബ്ദർ ഖൗഡ ഖബ്ദ സൈദ രഗദ ജഗന ദലബല ഹദര ഹൻബര ബൗഡ ശബ്ദർ. ആമേൻ. ഹല്ലേലൂയ. ദാനിയേൽ കണ്ട ദർശനത്തിൽ ഇപ്രകാരം പറയുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. കൈ തൊടാതെ പാഞ്ഞു വന്ന ഒരു കല്ല്. പ്രൈസ് ഗോഡ്. അവൻ ചിലതിനെയൊക്കെ തട്ടി തകർത്ത് അതങ്ങോട്ട് വന്ന് വീണിടത്ത് കിടന്ന് അതങ്ങോട്ട് വളർന്ന് വലിയൊരു മല പോലെ ആയെന്ന്. പ്രൈസ് ഗോഡ്. നിന്റെ ഒരു സ്തോത്രം, നിന്റെ ഒരു ആരാധന, നിന്റെ ഒരു ഹല്ലേലൂയ, നിന്റെ ഒരു വാക്ക്, നിന്റെ ഒരു അന്യഭാഷയിലുള്ള ഒരു സ്തുതി കൈ തൊടാത്തൊരു കല്ല് പോലെ, ദാവീദിന്റെ കവണയിൽ നിന്ന് പറന്നുപോയ ഒരു കല്ല് പോലെ ഈ നാളുകളിൽ ചെല്ലേണ്ടടത്ത് ചെന്ന് തകർക്കേണ്ടതിനെ തകർത്ത് ചിലതിനെ ഉയർത്തി പണിതെടുക്കുമെന്ന് മനസ്സിലാക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഭയപ്പെടല്ലേ, ഭയപ്പെടല്ലേ. പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും അതിന്റെ കോപം കൊണ്ട് വെള്ളം ഇരച്ചു കലങ്ങിയാലും അതുകൊണ്ട് പിന്നെയും പർവ്വതം കുലുങ്ങിയാലും ഭയപ്പെടല്ലേ. പർവ്വതങ്ങൾ കുലുങ്ങട്ടെ, പർവ്വതങ്ങളെ നിർമ്മിച്ചവൻ കൂടെയുണ്ട്. സമുദ്രങ്ങൾ കലങ്ങട്ടെ, സമുദ്രത്തെ നിർമ്മിച്ചവൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. അവന്റെ കോപം ഉയരട്ടെ, അതിനെ ശമിപ്പിക്കുവാൻ കഴിവുള്ളവൻ കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ കർത്താവേ, നിന്റെ ജനത്തിനെതിരായുള്ള കുലുക്കങ്ങൾ അവസാനിക്കട്ടെ. ചില കുടുംബങ്ങൾക്കെതിരായി, ചില വ്യക്തികൾക്കെതിരായി കുലുക്കിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾക്ക് ഇന്ന് പകൽ മാറ്റം വരട്ടെ. ചില ആത്മീയ പ്രസ്ഥാനങ്ങൾക്കെതിരായി, ആത്മീയമായ കെട്ടുപണികൾക്കെതിരായി ശത്രു കുലുക്കുന്ന അനുഭവങ്ങൾ വന്നിട്ടുള്ളത് ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ I rebuke in the name of Lord Jesus. സത്യമായി ആരാധിക്കാം. ഇന്ന് കുലുക്കുന്ന അനുഭവങ്ങൾക്ക് മാറ്റം വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രബല സലബല ഹദറക ജഗനക ജഗന ദലബല ഹന്ദൽ ഖൗഡ. ആമേൻ. പർവ്വതം കുലുങ്ങിയാലും സമുദ്രം കലങ്ങിയാലും എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് കുലുക്കം വരത്തില്ലെന്ന് പറയാൻ പറ്റുന്ന ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്? പ്രൈസ് ഗോഡ്. എവിടെയൊക്കെ എന്തൊക്കെ കുലുങ്ങിയാലും വേണ്ടി അല്ലെ, എനിക്ക് കുലുക്കം വരത്തില്ലെന്ന്. ആമേൻ. പ്രൈസ് ഗോഡ്. അത് ആരാന്നറിയാമോ? നിങ്ങളെക്കുറിച്ചുള്ള വേദപുസ്തകം എഴുതിയിരിക്കുന്ന വിശേഷണം ഇതാണ്: യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രൈസ് ഗോഡ്, ഈ വെളിപ്പാടുകൾ ലഭിച്ച ജനത്തിന് എന്തെല്ലാം സംഭവിച്ചാലും കുലുങ്ങാതെ കലങ്ങാതെ നിൽക്കാൻ സാധിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഈ ചില വീട്ടിൽ ഈ ഇളയ കൊച്ചിനെ മൂത്ത ചെറുക്കൻ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും. അപ്പോൾ ഇവൻ കിടന്ന് കരയും. ഇവൻ കരഞ്ഞ് 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 അമ്മയുടെ അടുക്കൽ ചെല്ലും. അമ്മ പറയും, മൂത്തവനോട് വഴക്ക് പറയും. പക്ഷേ അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ അവൻ കണ്ണുരുട്ടി കാണിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പിന്നെ അവൻ കരയും. പിന്നെ അപ്പൻ്റെ അടുക്കൽ ചെല്ലും. അപ്പൻ വഴക്ക് പറയും. പ്രൈസ് ഗോഡ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് 5 മിനിറ്റ് കഴിയുമ്പോൾ ഇവൻ ഒരു കോക്കരി കാണിക്കും. പിന്നെ അവൻ കരയും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം ഒടുക്ക അമ്മ പറഞ്ഞെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അവൻ എന്തേലും കാണിച്ചോട്ടെ, നീ അങ്ങോട്ട് നോക്കാൻ പോകണ്ട. ഇവൻ എന്ത് കോപ്രായം കാണിച്ചാലും ശ്രദ്ധിക്കാൻ ആളില്ലെന്ന് വരുമ്പോൾ മൂത്തവൻ്റെ കോപ്രായം നിർത്തിയേ പറ്റൂ. പിശാച് ഈ നാളുകളിൽ നിനക്കെതിരായി എന്തൊക്കെ കോപ്രായം കാണിച്ചാലും അങ്ങോട്ട് നോക്കാതെ, അത് ശ്രദ്ധിക്കാതെ, അത് അവഗണിക്കാൻ ആർക്കൊക്കെ സാധിച്ചിട്ടുണ്ടോ അവിടെ പ്രൈസ് ഗോഡ് ജയം ഉറപ്പാണ്. പ്രൈസ് ഗോഡ്. ആമേൻ. അതുകൊണ്ടാണ് ദാവീദ് ചേട്ടന്മാരൊക്കെ പറഞ്ഞപ്പം ആമേൻ ഹല്ലേലൂയ അവരെ മാറി ഇപ്പുറത്ത് പോയിട്ട് ചോദിച്ചു, ഈ ഫെലിസ്തീനെ കൊന്ന് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഇസ്രായേലിൻ്റെ ലജ്ജ മാറ്റിക്കളയുന്നവന് എന്ത് പകരം കൊടുക്കും? പ്രൈസ് ഗോഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്നറിയാമോ? ഇവന്മാർക്ക് ശൗലിനും അവൻ്റെ സകല സൈന്യത്തിനും സേനാധിപന്മാർക്കും ചേട്ടന്മാരടക്കമുള്ളവർക്കും കഴിഞ്ഞ 40 ദിവസമായിട്ട് ഇവൻ്റെ വമ്പ് പറച്ചിൽ നിർത്താൻ സാധിച്ചിട്ടില്ല. പക്ഷെ ദാവീദിനൊരു കാര്യം അറിയാം, ഞാൻ ഇന്ന് ഇത് അവസാനിപ്പിക്കും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ചോദിച്ചു, എന്ത് പകരം കൊടുക്കും? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദാവീദിൻ്റെ കയ്യിൽ ആമേൻ ഉള്ളതും ഇവൻ്റെ കയ്യിലുള്ളതും നോക്കിയാൽ ആമേൻ ദൈവത്തിന് സ്തോത്രം. നെയ്ത്തുകാരൻ്റെ പടപ്പുതടി പോലെ 600 ശേക്കൽ തൂക്കമുള്ള ഇരുമ്പ് അലക് പിടിപ്പിച്ച കുന്തം, 5000 ശേക്കൽ തൂക്കമുള്ള പ്രൈസ് കവചം, ദൈവത്തിന് സ്തോത്രം. താമ്ര
പ്രൈസ് കവചം, പ്രൈസ് കവർ, ശിരസ്ത്രം, കാൽച്ചട്ട, പിന്നെ വലിയ പരിച, വേല്, ഇതെല്ലാം ഉള്ള ഇവനെ പ്രൈസ് കോഡ് ഹല്ലേലൂയ ഇന്ന് ഞാൻ കൈകാര്യം ചെയ്യുമെന്ന് ദാവീദ് പറയുമ്പോൾ ദാവീദിൻ്റെ കയ്യിൽ ഒന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, കല്ല് പോലും അന്നേരമില്ല. കല്ല് പറക്കിയെടുത്ത് പിന്നീടാ. പ്രൈസ് കോഡ്. ദാവീദിൻ്റെ കയ്യിൽ അമ്പില്ല, വില്ലില്ല, വാളില്ല, കുന്തമില്ല. പ്രൈസ് ഗോഡ്. യാതൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ദാവീദിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നറിയാമോ? ഇവനെ കൊന്ന് ഇവൻ്റെ മാംസത്തെ ആകാശത്തിലെ പക്ഷികൾക്ക് ഇന്ന് ഞാൻ ഇരയായി കൊടുക്കും. ഒന്നും കാണാനില്ലെങ്കിലും ഒന്നും കയ്യിലില്ലെങ്കിലും വിശ്വാസത്താൽ ഇന്ന് പകൽക്കാലം പറ ആമേൻ ഹല്ലേലൂയ. എതിർക്കുന്ന ശത്രുവിനെ കൈകാര്യം ചെയ്യുവാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും ആമേൻ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ ഞാൻ മുന്നോട്ട് ചെന്ന് ആമേൻ ഇവനെ തകർത്ത് ഇന്ന് ജയം ഞാൻ എടുക്കുമെന്ന്, ഈ വർഷം ഞാൻ ജയാളിയായി നിൽക്കുമെന്ന്. തോറ്റ് മന്നം പാടാനല്ല, തോറ്റ് പുറകോട്ട് പോകാനല്ല, നിന്ദിക്കപ്പെട്ട സ്ഥാനത്ത്, പഴിയാരിയ സ്ഥാനത്ത്, കഴിവില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഞാൻ കഴിവുണ്ടെന്ന് തെളിയിക്കത്തക്കവണ്ണം ദൈവത്തോട് ചേർന്ന് നിൽക്കും. ആമേൻ. നീ വാളും കുന്തവുമായി എൻ്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. ഇത് പറയണമെങ്കിൽ ഈ ഒരു വിശ്വാസം ഉണ്ടാകണം. ഏതാണെന്നറിയാമോ? പ്രൈസ് ഗോഡ്. 8-9 വാക്യം, സങ്കീർത്തനം 46:8-9. വരുവിൻ, യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവിൻ. അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യും. പ്രൈസ് ഗോഡ്. ഈ സങ്കീർത്തനത്തിന്റെ കാതലായ വാക്യം എന്നറിയാമോ? വരുവീൻ, യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവീൻ. പ്രൈസ് ഗോഡ്. ദൈവം വല്ലതും എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെന്ന അനുഭവമുള്ളവർക്ക് ആരും ഒരു സ്തോത്രം പറയാം. നിങ്ങളോടാ പറഞ്ഞത്, എന്ത് കഷ്ടം വന്നാലും എന്ത് പ്രയാസം വന്നാലും ചെന്ന് യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവീൻ. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ 2013 ദൈവം ചെയ്ത പ്രവൃത്തി കാണത്തക്കവണ്ണം ഉണ്ടെങ്കിൽ ഒരു സ്തോത്രം ചെയ്താട്ട്. 2014 ഇടയ്ക്ക് ചെന്ന് നോക്കിക്കോണം. പ്രൈസ് ഗോഡ്. ഓ, ദൈവം ചെയ്ത ഈ പ്രവൃത്തി, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ഈ വലിയ കാര്യം എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പ് തരുന്നു. ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന പ്രതികൂലത്തിൽ നിന്നും ഞാൻ വെളിയിൽ വരുവാൻ തക്കവണ്ണം ദൈവം ശക്തനാണ്. പ്രൈസ് ഗോഡ്. വരുവീൻ, യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവീൻ. പ്രൈസ് ഗോഡ്. അവൻ ഭൂമിയുടെ അറ്റം വരെ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. ഞാൻ ഇന്നൊരു പടക്കളത്തിലാണെന്ന്, അവൻ യുദ്ധക്കളത്തിലാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്നവർക്കാരും ഒരു സ്തോത്രം ചെയ്യാം. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്ത് നിന്നെ സ്വതന്ത്രനാക്കുന്ന ദൈവമാണ്. നിന്നോട് നേരെ യുദ്ധം ചെയ്യുന്ന ഏത് അനുഭവങ്ങളായാലും അതിനെ കൈകാര്യം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ദാവീദ് പറഞ്ഞത് നിന്റെ മുദ്രാവാക്യമാകണം. ദാവീദ് പ്രാർത്ഥിച്ചത് എന്നറിയാം? കർത്താവേ, എന്നോട് പൊരുതുന്നവരോട് നീ പൊരുതണമേ, എന്നോട് വാദിക്കുന്നവരോട് നീ വാദിക്കണമേ. 2014 കുറിച്ചിട്ടോ ആമേൻ. നിന്നോട് പൊരുതുന്നവരോട് ദൈവം പൊരുതുന്നത് നീ കാണും. നിന്നോട് വാദിക്കുന്നവരോട് ദൈവം വാദിക്കുന്നത് നീ കാണും. ഔദ്യോഗിക തലത്തിലായാലും ഓഫീസിലായാലും ജോലി സ്ഥലത്തായാലും നിന്നോട് വാദിക്കുന്നവരോട് വാദിക്കുന്ന ഒരുവൻ ഉണ്ടെന്ന് മനസ്സിലാക്കി സ്തോത്രം ചെയ്തവനെ ആരാധിക്കാമോ? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, എന്നോട് പൊരുതുന്നവരോട് നീ പൊരുതണമേ. നീ ആയിരിക്കുന്ന സ്ഥാനത്ത്, നീ ഒരുപക്ഷെ വീട്ടിലായിരിക്കാം, ഒരുപക്ഷെ ഓഫീസിലായിരിക്കാം, ഒരുപക്ഷെ ബിസിനസ്സിലായിരിക്കാം, ഒരുപക്ഷെ ലോകത്തിന്റെ ഏതെങ്കിലും അനുഭവത്തിലായിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഉറപ്പാണ്, നിന്നോട് പൊരുതുന്നവരോട്, നിന്റെ ജീവിതത്തോട്, നിന്റെ വിഷയങ്ങളോട് പൊരുതുന്നവരോട് പൊരുതാൻ കഴിവുള്ള ഒരുവനുണ്ട്. വിശ്വസിച്ച് സ്തോത്രം ചെയ്ത് അവനെ ആരാധിക്കാം. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഈ 41 വർഷത്തെ ക്രിസ്തീയ ജീവിതത്തിനിടയ്ക്ക് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുള്ളൊരു വിഷയമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആരെങ്കിലും നിന്നോട് പൊരുതാൻ വന്നാൽ നീ തിരിച്ചു പൊരുതാൻ നിൽക്കണ്ട. പ്രൈസ് ഗോഡ്. എൻ്റെ ഒരു പ്രിൻസിപ്പിളായിട്ട് ഞാൻ എടുത്തിട്ടുള്ള വിഷയം, ആരെ എന്നോട് പൊരുതാൻ വന്നാലും ഞാൻ തിരിച്ചു പൊരുതാൻ പോവുകയില്ല. എനിക്ക് പൊരുതാൻ കഴിവില്ലാഞ്ഞിട്ടല്ലായിരിക്കും,
ഒരുപാട് സ്വാധീനങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് അറിയാമായിരിക്കും. ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നല്ല നിശ്ചയം ഉണ്ടായിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം ഞാൻ പ്രൈസ് ഗോഡ് രക്ഷിക്കപ്പെട്ട നാളിൽ എടുത്തൊരു തീരുമാനമാണ്, എന്നോട് പൊരുതാൻ വന്നാൽ ഞാൻ തിരിച്ചു പൊരുതത്തില്ല, എന്നോട് പൊരുതുന്നവരോട് നീ പൊരുതണമേ എന്ന് പറഞ്ഞങ്ങ് ഏൽപ്പിച്ചു കൊടുക്കും. ഇന്ന് വരെ എന്നോട് പൊരുതിയവനെ ദൈവം തൊടാതെ പോയിട്ടില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. ഇത്രയും നാളത്തെ അനുഭവത്തിന് പറയുകയാണ്, നിന്നോട് പോരാടുന്നവരെ നീ കൈകാര്യം ചെയ്യണ്ട. സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നിനക്ക് കാണാൻ സാധിക്കും. നിന്നോട് വാദിക്കുന്നവരെ നീ വാദിക്കണ്ട. സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി പൊരുതുന്നത് കാണാൻ സാധിക്കും. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഔദ്യോഗിക തലത്തിലും ലോക്കൽ തലത്തിലും നാട്ടിലും ഒക്കെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തായി നമുക്ക് വേണ്ടി വിചാരപ്പെടുന്നൊരു സ്വർഗമുണ്ടെന്ന് എത്ര പേർക്കറിയാം? ഇന്ന് പകൽ നീ അനാഥനല്ലെന്ന് എത്ര പേർക്കറിയാം? നീ അനാഥയല്ലെന്ന് എത്ര പേർക്കറിയാം? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവത്തിന് സ്തോത്രം, നിന്നെ നിന്ദിക്കുമ്പോൾ, നിന്നെ പരിഹസിക്കുമ്പോൾ, നിന്നെ പഴിക്കുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ ദൗത്യം മറന്നു പോകരുത്. എന്തിനാണ് നിന്നെ അയച്ചത്? നിന്റെ അപ്പൻ അയച്ചത് എന്തിനാണ്? ഏലാ താഴ്വരയിലേക്ക് അയച്ചത് എന്തിനാണ്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ലോകപരമായ അപ്പൻ അയച്ചത് സഹോദരന്മാരുടെ ക്ഷേമം അറിഞ്ഞ് മടങ്ങി വരാനാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. പിതാവായ ദൈവം, സ്വർഗസ്ഥനായ പിതാവായ ദൈവം അയച്ചത് സഹോദരന്മാരുടെ ക്ഷേമം ഉറപ്പാക്കി മടങ്ങി വരാനാ. പ്രൈസ് ഗോഡ്. ഈ ലോകത്തിലെ അപ്പൻ അയച്ചത് നീ പോയി സഹോദരന്മാർ ക്ഷേമമായിരിക്കുന്നുവോ എന്ന് ചോദിച്ച് അറിഞ്ഞ് ലക്ഷ്യവുമായിട്ട് മടങ്ങി വരണം. പ്രൈസ് ഗോഡ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം അയച്ചെന്തിനാണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം, സഹോദരന്മാർ പെർമനൻ്റ് ആയിട്ട് ക്ഷേമമായിട്ടിരിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കാരണം എന്തറിയാമോ? യുദ്ധക്കളത്തിൽ പോയിട്ട് 40 ദിവസമായി. ഈ 40 ദിവസവും ഒരു പണിയും ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ നിന്ന് പോകാനും പറ്റുന്നില്ല, ഇട്ടിട്ട് പോകാനും വയ്യ, കൊണ്ടുകൊണ്ട് കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ എന്ന് പറഞ്ഞ പോലെ കുടുങ്ങി കിടക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇവരുടെ ക്ഷേമം എന്നാണെന്നറിയാമോ? ഒന്നും പറയാനില്ല. അപ്പനോട് വന്നിട്ട്, ശരിയാ 40 ദിവസത്തെ പരിപാടി ഞാൻ അവിടെ കണ്ടതെന്താണ്? ഗോലിയാത്ത് രാവിലെ വരും, വെല്ലുവിളിക്കും, എല്ലാവരും ഓടും. വൈകുന്നേരം വരും, വെല്ലുവിളിക്കും, എല്ലാവരും ഓടും. 40 ദിവസമായിട്ട് ഇതാ നടക്കുന്നത്. ഇനി നാളെ എന്താ നടക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ വെല്ലുവിളിക്കും, ഓടും. പക്ഷേ ഇത് എത്ര നാൾ നടക്കുമെന്ന് എനിക്കറിയത്തില്ല. കണ്ടിടത്തോളം ജയം ഫെലിസ്ത്യർക്കായിരിക്കും. ഇതാണ് കൊടുക്കാൻ പോകുന്ന റിപ്പോർട്ട്. പ്രൈസ് ഗോഡ്. എന്നാൽ ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം പറഞ്ഞതെന്നറിയാമോ? ദാവീദേ, നീ അങ്ങോട്ട് ചെന്ന് ഇന്ന് ആ വെല്ലുവിളി പൂർണ്ണമായി അവസാനിപ്പിച്ച് മടങ്ങിപ്പോകാവൂ. ഇന്ന് ഈ ആരാധനയ്ക്ക് വന്നപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തോടെ ആമൻ അയക്കപ്പെട്ടവരും വന്നവരും ഇടങ്ങൾ സ്തോത്രം ചെയ്യ്. ഈ ആരാധനയിൽ, ഈ 2014 ഈ ആരാധനയിൽ ഞങ്ങളെ വെല്ലുവിളിക്കുന്ന വെല്ലുവിളി ഇവിടെ വച്ച് അവസാനിപ്പിച്ച് ഞങ്ങൾ മടങ്ങിപ്പോകൂ. ജീസസ്, 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 ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളെ വെല്ലുവിളിക്കുന്ന വിഷയങ്ങൾക്ക് ഇന്ന് പരിഹാരം വരട്ടെ. ആത്മീയമായും ഭൗതികമായും ഞങ്ങളെ വെല്ലുവിളിക്കുന്ന വിഷയങ്ങൾ ഇവിടെ വെച്ച് കൈകാര്യം ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിക്കും. കർത്താവേ, നിന്റെ സന്നിധിയിൽ, ആരാധനാലയത്തിൽ, ആരാധനയുടെ മുമ്പിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം കൈകാര്യം ചെയ്യുവാൻ സാധിക്കും. വിശ്വാസത്തോടെ ആരാധിക്ക്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. യഹോശാഫാത്തിനോട് ഇപ്രകാരം പറഞ്ഞു, ഈ പടയിൽ നീ യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഈ ഒരു ഉറപ്പാണ് ഏറ്റവും വലിയ ഉറപ്പ്. പ്രൈസ് ഗോഡ്. ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും, ദൈവം എനിക്ക് വേണ്ടി വാദിക്കും, ദൈവം എനിക്ക് വേണ്ടി പൊരുതും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിൻ്റെ കൂടെ നടക്കുന്ന മറ്റൊരു കാര്യം കൊണ്ടുണ്ട്. അവൻ നിൻ്റെ കയ്യെ പോരിനായി, നിൻ്റെ വിരലുകളെ യുദ്ധത്തിനായി അഭ്യസിപ്പിക്കുകയും കൂടെ ചെയ്യും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 2 കാര്യം നടക്കണം. ഇപ്പോൾ കഴിവില്ലാത്തത് കൊണ്ട് ദൈവം വന്ന് യുദ്ധം ചെയ്യും. എന്നിട്ട് പ്രൈസ് ഗോഡ്, നിന്നെ ഒരു ബലപ്പെടുത്തിയ ശേഷം പിന്നെ അടുത്ത പരിപാടി എന്നറിയാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നും കല്ലും വെച്ചോണ്ടിരിക്കാനല്ല. ദാവീദ് കല്ലുകൊണ്ട് ഒരൊറ്റ പ്രാവശ്യമേ യുദ്ധം ചെയ്തുള്ളൂ. ദാവീദ് രാജാവായ ശേഷം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ആമേൻ. അല്ല, ശൗലിൻ്റെ അടുക്കൽ നിന്ന് ഓടിപ്പോകുമ്പം നാട് മുഴുവൻ കല്ലുണ്ട്, പിന്നെ എന്തിനാ അഹിമേലെക്കിൻ്റെ അടുക്കൽ ചെന്ന് ആയുധം ചോദിച്ചത്? നാട്ടു മുഴുവൻ കല്ലില്ലേ? അത് പിറക്കെടുത്ത് പണ്ടത്തെ പോലെ ജയിച്ചാൽ പോരെ? ദൈവമക്കളെ, എന്നും കല്ലും വെച്ചുകൊണ്ടിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ. അഹിമേലെക്കിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ പറഞ്ഞു, നീ കൊന്ന ഗോലിയാത്തിൻ്റെ വാള്, പ്രൈസ് ഗോഡ്, ഏഫോദിൻ്റെ പുറകിൽ ശീലയിൽ പൊതിഞ്ഞ് വച്ചിട്ടുണ്ട്. ദാവീദ് പറഞ്ഞു, അതിന് തുല്യം മറ്റൊന്നുമില്ല.
പ്രൈസ് ഗോഡ്. നീ രാജാവായി രാജത്വം പ്രാപിച്ചാൽ, യോദ്ധാവായി യുദ്ധം ചെയ്യാൻ പഠിച്ചാൽ, നിന്റെ കൈകളെ അഭ്യസിപ്പിച്ച് ദൈവം വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കല്ല് പിറക്കാനല്ല പോകേണ്ടത്, വാള് കയ്യിലെടുക്കാൻ. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം ഹലോ, ദൈവത്തിന്റെ വചനമാകുന്ന വാള് കയ്യിലെടുത്തുകൊണ്ട് ഞാൻ യുദ്ധം ജയിക്കുമെന്ന് വിശ്വസിച്ച് ദൈവത്തെ ആരാധിക്കുന്ന എത്ര പേരോട് വന്നിട്ടുണ്ട്? The sword, the word of God. ദൈവവചനമാകുന്ന വാള്, ദൈവവചനമാകുന്ന വാള്, ദൈവവചനമാകുന്ന വാള് 2014 എന്റെയും നിന്റെയും ആയുധമായി മാറണം. Praise God. Hallelujah. അപ്പം ഈ ഒരു ആത്മീയ വളർച്ചയും കൂടെ ഉണ്ട് കേട്ടോ. എന്നും കുന്നും ഒരുപോലെയല്ല. ഞാനിന്ന് ഈ ആത്മീയമായി വളരുവാൻ ദൈവത്തിന് പരിപാടിയുണ്ട്. അവനെ അഭ്യസിപ്പിച്ച് കഴിഞ്ഞാൽ പഠിക്കണം. ദൈവത്തിന് സ്തോത്രം. അവനിൽ നിന്ന് പഠിച്ചിട്ട് അവൻ ആഗ്രഹിക്കുന്നത് പോലെ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം മുന്നോട്ട് പോകണം. പ്രൈസ് ഗോഡ്. പക്ഷെ ആദ്യം പഠിക്കേണ്ടത് എന്നറിയാമോ? സങ്കീർത്തനത്തിന് 1-ാം വാക്യം ആദ്യം പഠിക്കേണ്ട വിഷയം, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. പിന്നെ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. പിന്നെ അതുകൊണ്ട് കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നത് കൊണ്ട്, എൻ്റെ സങ്കേതമായിരിക്കുന്നത് കൊണ്ട്, എൻ്റെ ബലമായിരിക്കുന്നത് കൊണ്ട്, ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. എന്ത് ചെയ്യത്തില്ല? ഒരൊറ്റ തീരുമാനം എടുക്കണം. 2014 ഞാൻ എന്ത് ചെയ്യത്തില്ല? ഭയപ്പെടുകയില്ല. വേറെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഈ ഒരു തീരുമാനം ഇന്നത്തെ ഈ ആദ്യത്തെ സങ്കീർത്തനത്തിൻ്റെ വാക്യത്തിന് മുമ്പിൽ എത്ര പേർക്ക് എടുക്കാൻ പറ്റും? ഞാൻ പേടിക്കത്തില്ല. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ദുർവർത്തമാന നിമിത്തം ഞാൻ പേടിക്കുകയില്ല, എൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. നിന്നെ ഭയപ്പെടുത്തുന്ന ഏത് വിഷയം കേട്ടാലും ഞാൻ പേടിക്കത്തില്ലെന്ന് പറയണമെങ്കിൽ എൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കുമെന്നും കൂടെ പറയാനിടയാകണം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം. വിശ്വാസത്തിൽ വന്നത് മുതൽ ഇന്ന് വരെ പ്രൈസ് ഗോഡ് എത്ര വിഷയങ്ങളിലൂടെ കടന്നു പോയിട്ടെന്നറിയാമോ? അവൻ സാമ്പത്തിക വിഷയങ്ങൾ, രോഗത്തിൻ്റെ വിഷയങ്ങൾ, നാട്ടിലെ വിഷയങ്ങൾ, വീട്ടിലെ വിഷയങ്ങൾ, പൈശാചിൻ്റെ വിഷയങ്ങൾ, കേസ്, കോടതി, പോലീസ്, ഒരുപാട് വിഷയങ്ങൾ അകത്തും പുറത്തു നിന്നുകൊണ്ട് നിന്നെ വെല്ലുവിളിക്കുമ്പോൾ, നിന്റെ സ്വന്തം സഹോദരങ്ങൾ പോലും നിന്നെ തള്ളിക്കളയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിക്കാൻ അറിയാവുന്ന എത്ര പേരോട് വന്നിട്ടുണ്ട്? പ്രൈസ് ഗോഡ്. പ്രാർത്ഥിക്കാൻ അറിയാവുന്നവര്, പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? പ്രൈസ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം 2014 ഏത് വിഷയം വന്നാലും ഞാൻ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വിഷയത്തിൻ്റെ പരിഹാരം കാണുമെന്ന് ഉറപ്പുണ്ടോ? ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ അതാണ് നമ്മളെ കുലുങ്ങാത്തവരായി നിർത്തുന്നത്. എത്ര വലിയ വിഷയം വന്നാലും ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ജയമെടുക്കും. ആമേൻ. പഴയകാലത്ത് പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ ചെയ്യുന്നൊരു പരിപാടി എന്താണെന്നറിയാമോ? ഒരു 3 ദിവസം ഉപവാസം അങ്ങോട്ട് വയ്ക്കും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. പ്രയാസം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഒരു 3 ദിവസത്തെ ഉപവാസമെങ്കിലും വെച്ച് ഒന്ന് നോക്ക്. പ്രൈസ് ഗോഡ്. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് കാണാനിടയായിത്തീരും. 2013 എൻ്റെ വീട്ടിൽ ഒരു ഉപവാസം നടന്നില്ല. എന്നാൽ 2014 ഞാൻ എൻ്റെ വീട്ടിൽ ഒരു 3 ദിവസമെങ്കിലും ഉപവസിക്കാൻ പോകുകയാണെന്നൊന്ന് തീരുമാനിച്ച് നോക്ക്. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ. നീങ്ങിപ്പോകാത്ത വല്ലതുമുണ്ടെങ്കിൽ, ശിഷ്യന്മാർക്ക് കഴിയാത്ത വല്ലതുമുണ്ടെങ്കിൽ, നാട്ടുകാർ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത വല്ലതുമുണ്ടെങ്കിൽ, വീട്ടുകാർ പ്രാർത്ഥിച്ചിട്ടും ശരിയാകാത്ത വല്ലതുമുണ്ടെങ്കിൽ ഈ 2014 യേശുവിൻ്റെ അടുക്കൽ നീ കൊണ്ടുചെന്നാൽ, നീ വ്യക്തിപരമായി യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്നാൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ആമേൻ, ആ നിമിഷത്തിൽ എത്ര വലിയ ചന്ദ്രരോഗമായാലും ഇവിടെ വെച്ച് സൗഖ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ 2014 പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ശക്തി ജനം കണ്ടറിയുന്ന ദിവസമാകണം. പ്രൈസ് ഗോഡ്.
2013 തീരുന്നതിന് മുമ്പ് തന്നെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞത് 2014 ആത്മീക ചൈതന്യം മനസ്സിലാക്കുന്ന വർഷമായിരിക്കും, ആത്മീയ ചൈതന്യം കാണുന്ന വർഷമായിരിക്കും. ആത്മീയ ചൈതന്യം കാണണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്തേ പറ്റൂ. എന്താ ചെയ്യുന്നത് അറിയാമോ? ഏത് കാര്യവും ആത്മീയമായിട്ട് കൈകാര്യം ചെയ്യണം. പ്രൈസ് ഗോഡ്. ആത്മീയ ചൈതന്യം കാണണമെങ്കിൽ ഏത് കാര്യവും ആത്മീയമായിട്ട് കൈകാര്യം ചെയ്യണം. പ്രൈസ് ഗോഡ്. അതിന് പ്രൈസ് ഗോഡ് പ്രാക്ടിക്കലായിട്ട് അത് എങ്ങനെ ചെയ്യുമെന്ന് ചിന്തിക്കുന്നവർക്ക് എനിക്ക് അറിയാവുന്നൊരു മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം. ഇഷ്ടമുണ്ടെങ്കിൽ ഓർത്തിരിക്കുകയോ കുറിച്ചെടുക്കുകയോ ചെയ്യുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ഇതാണ്, 2014 എന്നെ നേരിടുന്ന വിഷയങ്ങൾക്ക് ഞാൻ ആത്മീയമായിട്ട് പരിഹാരം കാണും. ഹൗ? എങ്ങനെ? പ്രൈസ് ഗോഡ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിന്നെ നേരിടുന്ന, നിന്നെ വെല്ലുവിളിക്കുന്ന വിഷയം എന്താണെന്ന് ഡിഫൈൻ ചെയ്ത് എഴുതാൻ പറ്റണം. പ്രൈസ് ഗോഡ്. പലർക്കും വിഷയം ഒത്തിരി ഉണ്ടെന്ന് പറയാന്നില്ല, ചോദിക്കുമ്പോൾ 2-3 കഴിയുമ്പോൾ പിന്നെ പറയാനില്ല. സ്പെൽ ചെയ്യാൻ പറ്റണം കൃത്യമായിട്ട്. എനിക്ക് ഈ ഒരു വിഷയമുണ്ട് 2014. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾ അതിന് എന്ത് ചെയ്യണമെന്ന് അറിയാം? ഇന്ന് 5-ാം തീയതി ആയിട്ടുള്ളൂ. ഈ 5 ദിവസത്തിനകം 2013 അരിയേഴ്സ് അടക്കം എടുത്തിട്ട്, അതിന് മുമ്പേ അത് എടുത്തിട്ട് ഈ 5 ദിവസത്തെ നിങ്ങളെ വെല്ലുവിളിച്ച വിഷയങ്ങൾ ഡയറിയുടെ ഫ്രണ്ട് പേജിൽ തന്നെ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് കുറിക്കുക. പ്രൈസ് ഗോഡ്. മനസ്സിലായോ? ഓക്കെ. രണ്ടാമത് ചെയ്യേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ആ കുറിച്ചു വെച്ച വിഷയങ്ങളെ ഓർത്ത് എന്ത് ചെയ്തോണം? ശക്തമായി പ്രാർത്ഥിച്ച് ആരാധിച്ച് ഇത് യേശുവിൻ്റെ പാദപീഠത്തിലോട്ട് ഇട്ട് കൊടുക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് ആരാധിച്ച് വിഷയം എവിടെ ഇടണം? യേശുവിൻ്റെ പാദപീഠത്തിലിടണം. പ്രൈസ് ഗോഡ്. പക്ഷെ അതിവിടെ ചെരുപ്പിട്ടിട്ട് കയറിയ പോലെ ആവരുത്. തിരിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യരുത്? ചെരുപ്പിട്ടവർ തിരിച്ചു പോകുമ്പോൾ ചെരുപ്പിട്ടിട്ട് പോകും. രാത്രി പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യേശുവിൻ്റെ പാദപീഠത്തിൽ ഈ വിഷയം വച്ചിട്ടുണ്ടെങ്കിൽ ആ പേജ് ഇടത്തോട്ട് മറിച്ച് കിളിപ്പിട്ടേക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ? ഇനി ആ വിഷയം കൈകാര്യം ചെയ്യേണ്ട, ഏൽപ്പിക്കേണ്ടവനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, കർത്താവിന് നല്ല ഓർമ്മശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സ്തോത്രം ചെയ്യാമോ? നല്ല ഓർമ്മശക്തിയുള്ള ഒരാളോട് ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ മതിയെന്ന് വിശ്വസിക്കുന്ന സ്തോത്രം ചെയ്യാമോ? അങ്ങനെയാണ് എൻ്റെ കർത്താവിനോട് ഒരു വിഷയം ഞാൻ ഒരൊറ്റ പ്രാവശ്യം അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ടാൽ അവനത് കുറിച്ചു വയ്ക്കുകയും അത് ഏറ്റെടുത്ത് എനിക്ക് മറുപടി കിട്ടുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത് ആരാധിക്കാമോ? ആമേൻ. പക്ഷേ തീർന്നില്ല. 5-ാം തീയതി, നാളെ 6-ാം തീയതിയാണ്. നാളെ നേരം വെളുക്കുമ്പോൾ തൊട്ട് വൈകുന്നേരം സസ്തമിക്കുന്നത് വരെ എന്തെങ്കിലുമൊക്കെ വിഷയം വരും. പ്രൈസ് ഗോഡ്. അത് നാളത്തേക്ക് കുറിക്കാനുള്ളതാണ്. നാളത്തേക്ക് അത് കുറിച്ചിട്ട് എപ്പോൾ പ്രാർത്ഥിക്കണം? നാളെ പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പേജങ്ങ് മറിച്ചേര്. ഇനി അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആർക്കിത് പറ്റും? ഇത് ആർക്ക് പറ്റും? വിശ്വാസമുള്ളവന്. എന്തിൽ വിശ്വാസം? പ്രാർത്ഥനയിൽ വിശ്വാസം. എന്ത് വിശ്വാസം? ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം എനിക്ക് മറുപടി തരും. പ്രൈസ് ഗോഡ്. പിന്നെ മറുപടി കിട്ടാൻ തടസ്സമായിട്ടുള്ളത് എന്താണെന്ന് കൂടെ മനസ്സിലാക്കി കറക്റ്റ് ചെയ്യാനും കൂടെ തയ്യാറാകണം. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിച്ചാൽ ഈ ഷാൽ ആസ്ക് വാട്ട് ഈ വിൽ, നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് അപേക്ഷിച്ചാൽ ഇറ്റ് ഷാൽ ബി ഡൺ അൺടു യു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പം പ്രാർത്ഥിച്ചിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണമെങ്കിൽ കണ്ടീഷൻ എന്തുവാ? നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും. അപ്പോൾ വചനം വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വചനം വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വായിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. അപ്പം എൻ്റെ വചനം നിങ്ങളിലും നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. അപ്പം അപേക്ഷിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? വചനം അകത്ത് കയറണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.
അപേക്ഷിക്കുന്നതിന് മുമ്പ് വചനമകത്ത് കയറണം. അതിനെന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വായിക്കണം. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വായിക്കണം. വെറുതെ വായിച്ചാൽ പോരാ, ഇതകത്ത് കയറത്തക്കവണ്ണം വായിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾ വായിക്കുന്നത് ഗ്രഹിക്കത്തക്കവണ്ണം, അത് മനസ്സിലായി അകത്ത് കയറത്തക്കവണ്ണം വായിച്ചാൽ ഞാൻ ഉറപ്പ് തരാം, ഒരു ദിവസത്തേക്ക് നിങ്ങൾക്ക് വേണ്ട കറക്ഷൻ, നിങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻ, നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ്, നിങ്ങൾക്ക് വേണ്ട സകലതും നിങ്ങൾ എടുക്കുന്ന വചനഭാഗത്ത് നിന്ന് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കും. പ്രൈസ് ഗോഡ്. എന്ത് ചെയ്യണം? കറക്ഷനും ഏറ്റെടുക്കണം, ഇൻസ്ട്രക്ഷനും ഏറ്റെടുക്കണം. പ്രൈസ് ഗോഡ്. ജീവിതത്തിൽ മാറ്റേണ്ടതിനെ മാറ്റുവാൻ, ഏറ്റെടുക്കേണ്ടതിനെ ഏറ്റെടുക്കുവാൻ വചനം നിങ്ങളോട് സംസാരിക്കുമ്പോൾ തയ്യാറായാൽ എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുക എന്നുള്ള ആ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യും. പിന്നെ നമ്മൾ കർത്താവിൽ വസിക്കുക എന്ന് പറയുമ്പോൾ രാത്രിയിലും എൻ്റെ അന്തരംഗം പാട്ട് പാടിക്കൊണ്ടിരിക്കും. എൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. പ്രൈസ് ഗോഡ്. ദൈവമേ 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 എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് രാത്രി മുഴുവനും കിടന്നുറങ്ങുന്ന ഒരനുഭവമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനിൽ വസിക്കുന്ന ഒരനുഭവം പ്രൈസ് ഗോഡ് മനസ്സിലാക്കാൻ സാധിക്കും. പ്രൈസ് ഗോഡ്. അപ്പം ഫോർമുല 1 വിഷയങ്ങൾ എഴുതി വയ്ക്കുക. 2 വേദപുസ്തകം തുറക്കുക, പ്രാർത്ഥിച്ച് വായിക്കുക. വായന കഴിഞ്ഞ ശേഷം ഈ പുസ്തകത്തിൽ എഴുതിയ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ. ഇതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട. പ്രൈസ് ഗോഡ്. 3-ാം ദിവസം ചൊവ്വാഴ്ച പിന്നെയും ചില വിഷയങ്ങൾ വരും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആ വിഷയങ്ങളെ ഇതുപോലെ കുറിച്ച് വെച്ച് ദൈവവചനം വായിച്ച് പ്രാർത്ഥിച്ച് ഉറങ്ങിക്കോണം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇങ്ങനെ ഒരു സിസ്റ്റം നിങ്ങൾ ഈ ജനുവരി മുഴുവനും ചെയ്ത് നോക്കിയാൽ 31-ാം തീയതി കഴിഞ്ഞ് ഫെബ്രുവരി മാസമാകുമ്പോൾ പഴയ പേജുകൾ മറിച്ച് നോക്കിയാൽ ഒരു സത്യം നിങ്ങൾ അത്ഭുതപ്പെടുത്തും. പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങൾക്കും ദൈവം മറുപടി തന്നിരിക്കുന്നു. 5-ാം തീയതി പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി കിട്ടി, 6-ാം തീയതി പ്രാർത്ഥിച്ചതിന് മറുപടി കിട്ടി, 7-ാം തീയതി പ്രാർത്ഥിച്ചതിന് മറുപടി കിട്ടി, 8-ാം തീയതി പ്രാർത്ഥിച്ചതിന് മറുപടി കിട്ടി. ഞാൻ കഴിഞ്ഞ നാളിൽ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കെല്ലാം ദൈവം ഉത്തരം തന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ 2014 ഞങ്ങളുടെ വിഷയങ്ങൾക്കെല്ലാം ഒന്നായി എണ്ണി ഉത്തരം ലഭിക്കുന്ന വർഷമായി മാറണമേ. തടസ്സമായി നിൽക്കുന്ന എല്ലാ കുലുക്കങ്ങളെയും, എല്ലാ കലക്കങ്ങളെയും, എല്ലാ ഭയങ്ങളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ശാസിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഗുണം എന്നറിയാമോ? നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയം കഴിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സമയമുണ്ടാകും, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സമയമുണ്ടാകും, സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സമയമുണ്ടാകും, സുവിശേഷ വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സമയമുണ്ടാകും. പ്രൈസ് ഗോഡ്. അങ്ങനെ ഒരു പ്രാർത്ഥന അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ആത്മീയമായും ഭൗതികമായും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് കഴിയുമ്പോൾ സുവിശേഷത്തിന് വേണ്ടി പോകാനും, സുവിശേഷത്തിന് വേണ്ടി ചെലവിടാനും, സുവിശേഷത്തിന് വേണ്ടി ചെലവാകാനും, സുവിശേഷത്തിന് വേണ്ടി കൊടുക്കാനുമുള്ള കരുത്തുണ്ടാകും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അതല്ലാതെ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാതെ എത്ര നാൾ മുന്നോട്ട് പോകും? പ്രൈസ് ഗോഡ്. നമുക്ക് മറുപടി വേണം. നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം എനിക്ക് ഉത്തരം തരും. പ്രൈസ് ഗോഡ്. അപ്പം അങ്ങനെയുള്ള ഒരു ഉത്തരം തരുന്നൊരു ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തിന് ഭയം ആദ്യം മാറണം. ഭയം ആദ്യം എന്തായി തീരുമെന്ന് അറിയാത്തത് കൊണ്ടാണ്. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു കാര്യം അറിയാം, ഞാൻ പ്രാർത്ഥിച്ചതനുസരിച്ച് ദൈവം എനിക്ക് ഉത്തരം തരും. ആ വിശ്വാസം വരുന്ന നിമിഷം ആ വിഷയത്തെക്കുറിച്ചുള്ള ഭയം അങ്ങോട്ട് മാറും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അങ്ങനെയാണ് ഇന്ന് പകല് എന്നെയും ഭയപ്പെടുത്തുന്ന ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഭയം മാറ്റി വിശ്വാസത്തോടെ പോകുമെന്ന് ഒരു തീരുമാനമെടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. ഏതെങ്കിലും വിഷയത്തിൽ അതെന്തായി തീരുമെന്ന്, നാളെ എന്തായി തീരുമെന്ന് ഭയപ്പെട്ട് നിന്നെ അലട്ടുന്ന, വെല്ലുവിളിക്കുന്ന വിഷയങ്ങളുമായി വന്നിട്ടുണ്ടെങ്കിൽ കരമുയർത്തിയാട്ട് ഇവിടെ വച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവായ ദൈവമേ, ഇന്ന് പകൽക്കാലം ഞങ്ങളെ വെല്ലുവിളി
പേടിപ്പിക്കുന്ന, ഞങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ചില വിഷയങ്ങൾ തിരുമേനിയുടെ സന്നിധിയിൽ ഞങ്ങൾ കൊണ്ടുവരികയാണ്. ഞങ്ങൾക്കൊരു കാര്യം അറിയാം, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ആമേൻ. ഇന്ന് പകല് നിന്നെ മാത്രം ഞങ്ങൾ നോക്കുന്നു, നിന്നിൽ മാത്രം ഞങ്ങൾ ആശ്രയിക്കുന്നു, നിന്നിൽ മാത്രം ഞങ്ങളുടെ വിഷയത്തിന് വിടുതൽ കാണുന്നു. കർത്താവേ, ഞങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ വിഷയം, ഏത് വിഷയമാണോ ആ വിഷയം ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ട് പറ, കർത്താവേ, ഞങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഇന്ന വിഷയം ഉടബല കതുരക ജഗനകരകഥ, ആ വിഷയം പറഞ്ഞ് പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്നെ അലട്ടിക്കൊണ്ടിരുന്ന വിഷയം ദൈവസന്നിധിയിലേക്ക് ഇട്ടുകൊടുക്കുക. നിങ്ങളുടെ സകല ചിന്താകുലം യേശുവിന്റെ മേൽ ഇട്ടുകൊടുക്കുക. നിങ്ങളെ വിഷയിപ്പിക്കുന്ന വിഷയം ദൈവസന്നിധിയിൽ ഇട്ടുകൊടുക്കുക. യേശുവിന്റെ നാമത്തിൽ. ഒരുപക്ഷെ വിദ്യാഭ്യാസ വിഷയമായിരിക്കും, ഒരുപക്ഷെ കുടുംബത്തിന്റെ വിഷയമായിരിക്കും, ഒരുപക്ഷെ തലമുറയുടെ വിഷയമായിരിക്കും, ഒരുപക്ഷെ ജോലിയുടെ വിഷയമായിരിക്കും, ഒരുപക്ഷെ സമ്പത്തിന്റെ വിഷയമായിരിക്കും. ഏത് വിഷയമായാലും ഉത്തരം ഒന്ന് തന്നെ, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. Amen, amen. Christ is the answer for all your problems. Christ is the answer for all your problems. ഈ 2014 നിന്റെ ഏക ഉത്തരം യേശുവാണ്. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വെല്ലുവിളിക്കുന്ന വിഷയം നിന്റെ സന്നിധിയിലിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉടബല കതുര ജപന ദഗല, വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്ക്, വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്ക്, ഓരോ വിഷയങ്ങളായി പറഞ്ഞ് പ്രാർത്ഥിക്ക്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥന ഉയരട്ടെ. ആത്മീയമായ ചൈതന്യത്തോടെ, ബലത്തോടെ, വിശ്വാസത്തോടെ പ്രാർത്ഥന ഉയരട്ടെ. ആമേൻ, ആമേൻ. ഇത്രയും നാളായി നിന്നെ വെല്ലുവിളിച്ചുകൊണ്ട് വിഷയം ശക്തിയോടെ പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ വിടുതൽ ഏറ്റെടുക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ വിടുതൽ ഏറ്റെടുക്കുകയാണ്. എൻ്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ ഞാൻ വിടുതൽ ഏറ്റെടുക്കുകയാണ്. തലമുറയുടെ വിഷയത്തിൽ ഞാൻ വിടുതൽ ഏറ്റെടുക്കുകയാണ്. സാമ്പത്തിക വിഷയത്തിൽ ഞാൻ വിടുതൽ ഏറ്റെടുക്കുകയാണ്. എനിക്ക് വിടുതലുണ്ട്. നിശ്ചയം, 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 നിശ്ചയം. I have the deliverance. I have deliverance. ഈ വിഷയത്തിൽ എനിക്ക് ജയമുണ്ട്. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, ജയാളിയായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം കെട്ടുകൾ അഴിയട്ടെ. ഓരോ തടസ്സങ്ങളും മാറട്ടെ. ഉടബല കതിര ജബല ദഗര ജലബല ഹത്തല ബൗഡ. കർത്താവേ, ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ഇപ്പോൾ 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 മറുപടി അയക്കണമേ, മറുപടി അയക്കണമേ, മറുപടി അയക്കണമേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ശക്തിയോടെ പ്രാർത്ഥിക്കാൻ. ഇന്ന് മറുപടി വേണം, ഇന്ന് മറുപടി വേണം, ഇന്ന് മറുപടി വേണം. ആമൽ കൗഡേ സഗദക ജഗര അമ്പല വരഗര ഹർദന ബരമ. രക്തം, 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 യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം. പൈശാചിക കെട്ടുകൾ അഴിയട്ടെ, പോരാട്ടങ്ങൾ അഴിയട്ടെ. പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലാത്തവണ്ട്. യെസ്, യെസ്. എത്ര എത്ര വലിയ വിഷയമായാലും, എത്ര ചെറിയ വിഷയമായാലും, ആമേൻ, 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 ആമേൻ. കുലുങ്ങാതെ കലങ്ങാതെ, കർത്താവേ, നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, യേശുവിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം. ഓരോ വിഷയങ്ങളായി എടുത്ത് ആരാധിക്ക്, ഓരോ വിഷയങ്ങളായി എടുത്ത് ആരാധിക്ക്. അമ്മ തലമുറയുടെ വിഷയത്തിൽ ആരാധിച്ച് ജയിക്ക്. ആമേൻ. സാമ്പത്തിക വിഷയത്തിൽ ആരാധിച്ച് ജയമെടുക്ക്. ജീസസ്, 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 ജീസസ്. അന്താ രഗത ജഗരക ദഗര ദരക ദഗദഗല ഹദ്ല വലബല ഹത്തന ബൗഡേ. അന്താ രഗതക ജഗരക ദഗരക സന്ദര. ഓ, ജോലിയോടുള്ള ബന്ധത്തിൽ, ബിസിനസിനോടുള്ള ബന്ധത്തിൽ, ഔദ്യോഗികമായ വിഷയങ്ങളുള്ള ബന്ധത്തിൽ, പ്രൊഫഷനോടുള്ള ബന്ധത്തിൽ ശത്രുവിനെ സകല പോരാട്ടങ്ങളും മാറ്റുന്ന ഒരു ആരാധന ജയവും ഉയരട്ടെ. ഒരു നദിയുണ്ട്, അത്യുന്നത തോടുകളെ സന്തോഷിപ്പിക്കുന്ന നദി. ദൈവം അധികാലത്ത് അതിനെ സഹായിക്കും. നിന്റെ ദൈവം അധികാലത്ത് നിന്നെ സഹായിക്കും. രോഗത്തിന്റെ വിഷയങ്ങൾ, ശാരീരിക രോഗങ്ങൾ ജയമെടുക്ക. അവൻ നിന്റെ സകല രോഗങ്ങളെയും വഹിച്ചു, നിന്റെ സകല വേദനകളെയും സഹിച്ചു. അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ശാരീരികവും മാനസികവും ആയ ഏത് വിഷയങ്ങളിൽപ്പെട്ട രോഗമായാലും യേശുവിന്റെ നാമത്തിൽ ബി ഹീൽഡ്. ശക്തിയോടെ ആരാധിക്കാം, ശക്തിയോടെ ആരാധിക്കാം, ജയമെടുത്ത് ആരാധിക്കാം. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ വിഷയത്തിലുള്ള പോരാട്ടം പ്രാർത്ഥിച്ച് നേട്. യേശുവിന്റെ നാമത്തിൽ ആരാധിച്ച് നാളുകളായി നാളുകളായി പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ലാതെ കിടക്കുന്ന തലമുറകളുടെ വിഷയം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ശത്രുവിന്റെ വെല്ലുവിളികൾ ഇവിടെ അവസാനിക്കട്ടെ. ഏലാ താഴ്വരയിൽ ഗോലിയാത്ത് വീണതുപോലെ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ
ഗോലിയാത്തിനെ വീഴിക്കാൻ ദാവീദ് ഉപയോഗിച്ചത് കല്ലാണെങ്കിൽ നമുക്കുള്ളത് യേശുവാകുന്ന പാറയാണ്. സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെ മേലുള്ള പോരാട്ടങ്ങൾക്കെതിരായി ആരാധിച്ച് ജയിക്ക്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ജഗരക ജഗര ജലബല ഹൗഡ. നിന്റെ വസ്തു അന്യാധീനപ്പെടാനുള്ളതല്ല. നീതിമാന്മാർ നീതികളിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കയില്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് ദൈവത്തിനുള്ളത്. ശത്രു നിന്റെ കുടുംബത്തെ കവർന്നെടുക്കാൻ സമ്മതിക്കല്ലേ. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ കോപ്പ് കവർന്നു കളയുവാൻ സാധ്യമല്ല. ബലവാൻ ആയുധധാരിയായി പട്ടണം കാക്കുമ്പോൾ, ഭവനം കാക്കുമ്പോൾ ശത്രുവിനെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലം അഴിയട്ടെ, അഴിയട്ടെ. എത്ര 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 ശക്തിയോടെ കെട്ടിയ കെട്ടുകളായാലും അഴിയട്ടെ. ശത്രുവിന്റെ സകല ബന്ധനങ്ങൾ ഞാൻ അറുത്തു മാറ്റുന്നു, ഞാൻ അറുത്തു മാറ്റുന്നു. അവകാശവാദങ്ങൾ അറുത്തു മാറ്റുന്നു. ഇന്ന് പകല് കർത്താവേ, ഞങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടെന്ന് അന്തരാത്മാവിൽ, എൻ്റെ വിഷയം ദൈവം ശ്രദ്ധിച്ചെന്ന് അന്തരാത്മാവിൽ നിശ്ചയം കിട്ടിയവർക്ക് ഒരു ഹല്ലേലൂയ പറയാം. അതങ്ങനെ തന്നെയാകട്ടെ, അതങ്ങനെ തന്നെയാകട്ടെ. ഇതെങ്ങനെ മനസ്സിലാക്കും? വച്ച വിഷയത്തിന് മറുപടി കാണുമ്പോൾ. ഹല്ലേലൂയ. നിങ്ങളൊരു കാര്യം കൂടെ മറക്കല്ലേ കേട്ടോ. ഈ പഴയ കാലത്ത് ചായക്കടയിൽ വെള്ളം വച്ചിട്ട് ചെറുതായിട്ട് തീ കത്തും. പ്രൈസ് ഗോഡ്. ഇപ്പോൾ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാനായിട്ട് അന്നത്തെ ചായക്കടക്കാർ ചെയ്തുകൊണ്ടിരുന്നൊരു പരിപാടിയുണ്ട്. ഇപ്പോഴത്തവർക്ക് അറിയത്തില്ല. കാരണം ഈ കാലണ തുളയുള്ള 3 കാശുണ്ട്. ഒരെണ്ണം ഈ വെള്ളത്തിലേക്ക് ഇട്ടേക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. തീ വളരെ ചെറുതായിട്ടേ കത്തുന്നുള്ളൂ. പക്ഷെ വെള്ളം തിളക്കുകയാണെങ്കിൽ ഈ കാലണ അതിൽ കിടന്ന് കിടും 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 എന്ന് ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രൈസ് ഗോഡ്. ഓർമ്മയുള്ളൊരു കാര്യത്തിൽ സ്വന്തം പറയാം. ഈ 3 കാശ് അതിൻ്റെ അകത്ത് കിടന്ന് അനങ്ങിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ വിഷയം കലത്തിനകത്തിട്ട് അടച്ച് വെച്ചേച്ചും വെറുതെ ഇരിക്കുകയല്ല, അടിയിൽ ചൂടും കൊടുത്തുകൊണ്ട് നിൽക്കുമ്പം വിശ്വാസം അകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് കിടും 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 അനങ്ങുന്നത് കാണാൻ സാധിക്കും. വിശ്വാസം അനങ്ങുന്നത് കാണാൻ സാധിക്കും. വിശ്വാസം നനങ്ങുന്നത് കാണാൻ സാധിക്കും. നിന്റെ വിഷയം തിളയ്ക്കുന്നുണ്ടെന്നറിയാൻ സാധിക്കും. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആമേൻ. ഇനി പ്രൈസ് ഗോഡ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. കലത്തിനകത്ത് ഈ 3 കാശ് അനങ്ങുന്ന പോലെ വിശ്വാസം ചലിക്കുന്നത് എൻ്റെ വിഷയത്തിൽ. ആമേൻ. വിശ്വാസം ചലിക്കുന്നത് കേൾക്കാൻ പറ്റുന്നവർക്കൊരു സ്തോത്രം പറയാം. വലിയ മഴയുടെ മുഴക്കമാണത്. വലിയ മഴയുടെ മുഴക്കമാണത്. മറ്റുള്ളവർക്ക് കേൾക്കാൻ കഴിയത്തില്ല. നീ കേൾക്കുന്നു, നീ കേൾക്കുന്നു. എലിയാവേ നീ കേൾക്കുന്നു, എലിയാവേ നീ കേൾക്കുന്നു, എലിയാവേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. വലിയ മഴയുടെ മുഴക്കം, വലിയ മഴയുടെ മുഴക്കം. ഒന്നും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. ഒടുവിൽ കൈപ്പത്തി പോലെ ഒരു മേഘം മാത്രമേ ഉള്ളൂ. എങ്കിലും യേശുവിന്റെ നാമത്തിൽ ആകാശം കറുത്തിരുണ്ട് ശക്തിയായി 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 പെയ്യാൻ പോവുകയാണ്. ആരാധന ഉയരട്ടെ. യേശുവിന്റെ നാമത്തിൽ മതിലുകൾ വീഴട്ടെ. യേശുവിന്റെ നാമത്തിൽ യെരിഹോ പോലുള്ള വിഷയങ്ങൾ വീഴട്ടെ. ഗോലിയാത്ത് വീഴട്ടെ. ചെങ്കടൽ 2 പിരിയട്ടെ. യോർദാന്റെ ഒഴുക്ക് നിലയ്ക്കട്ടെ. എല്ലാ അത്ഭുതങ്ങളും നടത്താൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവമേ,
കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുക്കാൻ കഴിവുള്ള ദൈവകൃപ വ്യാപരിക്കണമേ. ആമേൻ. പ്രൈസ് ഗോഡ്. ഇന്നത്തെ സങ്കീർത്തനത്തിനകത്ത് ഹല്ലേലൂയ അവൻ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നത് എങ്ങനെയാ? വില്ലൊടിച്ച് കുന്തം മുറിച്ച്. 9-ാം വാക്യം. അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. ശത്രുവിനെ നിരായുധനാക്കിക്കൊണ്ടാണ് എൻ്റെ ദൈവം യുദ്ധം അവസാനിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ലെന്ന് മോശ പറഞ്ഞതുപോലത്തെ ഒരു ജയമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ പൊങ്ങി വരുന്ന വിഷയമല്ല. ഇവിടെ വച്ച് ഇടിച്ച് താത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഇത് ഒരു കാലത്ത് പൊങ്ങി വരാത്തവണ്ണം, ഇനി ഒരു കാലത്ത് പൊങ്ങി വരാത്തവണ്ണം സ്വർഗത്തിലെ ദൈവം പരിഹരിക്കുന്നത് കണ്ടുകൊണ്ട് കണ്ട് വിശ്വാസ കണ്ടുകൊണ്ട് കണ്ടൊരു സ്തോത്രം ചെയ്യാമോ? അടുത്ത വാക്യം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞു. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. പ്രൈസ്. അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: പരാതി പറയാതെ, കംപ്ലൈൻറ്റ് പറയാതെ ഞാൻ ദൈവമാണെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മോശ കരഞ്ഞപ്പം പറഞ്ഞത് ഇങ്ങനെയാണ്: മോശേ, നീ കരയുന്നത് എന്ത്? നീ എഴുന്നേറ്റ് ജനത്തോട് പറക, പ്രൈസ്, മുമ്പോട്ട് പോകാൻ. ജനത്തോട് കൽപ്പിക്ക് മുമ്പോട്ട് പോകാൻ. മുമ്പിൽ ചെങ്കടലാണെന്ന് വിചാരിക്കല്ലേ, തിരമാലയാണെന്ന് വിചാരിക്കല്ലേ. നീ വിശ്വാസത്തലം കൽപ്പിക്ക് മുമ്പോട്ട് പോകാൻ. എന്നിട്ട് നീ കരച്ചിലൊക്കെ അവസാനിപ്പിച്ചിട്ട് നീ തന്നെ എഴുന്നേറ്റ് കൈ അങ്ങോട്ട് നീട്ട്, ഞാൻ അത്ഭുതം പ്രവർത്തിക്കും. മഹാശക്തിയുള്ളൊരു കിഴക്കൻ കാറ്റ് നിന്റെ കൈ നീട്ടുന്ന നിമിഷം മുതൽ അടിച്ച് നേരം വെളുക്കുമ്പോൾ നിന്റെ മുമ്പിൽ തടസ്സമായി നിന്ന ഈ ചെങ്കടലിന്റെ ഉള്ളിൽ വഴി തുറക്കുന്നത് കണ്ട് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ. ഉടബല കതരാ ജഗരക തകരാ ജനവാ തകരാ സന്തൽ ഖൗഡേ രാഗര ബാര ഹർദാ രഗദാ ജനവാ രഗദാ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പൂട്ടും കെട്ടും നോക്കിയിരിക്കല്ലേ, തടസ്സം നോക്കിയിരിക്കല്ലേ, കെട്ടുകൾ നോക്കിയിരിക്കല്ലേ, ബന്ധനം നോക്കിയിരിക്കല്ലേ, വിലങ്ങ് നോക്കിയിരിക്കല്ലേ, താഴ് നോക്കിയിരിക്കല്ലേ, വാതിൽ നോക്കിയിരിക്കല്ലേ. ഇതൊന്നും നിനക്ക് പ്രത്യാശ തരത്തില്ല. എന്നാൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, മുകളിലോട്ട് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് ആമേൻ, കാലുകൾ കെട്ടപ്പെട്ട അനുഭവത്തിൽ, ആമത്തിട്ട അനുഭവത്തിൽ പൗലോസും ശിലാസും വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അവർക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കും: മേലോട്ട് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് ഈ ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിക്കാൻ. ആ ഒരൊറ്റ ആരാധന, ആ ഒരൊറ്റ പാട്ട്, ആ ഒരൊറ്റ സ്തുതി. ആമേൻ. ഹല്ലേലൂയ. 1000 സൈന്യങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് റോമൻ ഗവൺമെന്റിന്റെ കാരാഗ്രഹത്തെ തകർത്തുകൊണ്ട് ചെയ്തെടുത്ത ആ ദൈവ പ്രവൃത്തി മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പരാതി പറയാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മനസ്സിലാക്ക്, ആർപ്പിട്ടുകൊണ്ട് മനസ്സിലാക്ക്. നിങ്ങൾ ആരാധിക്കുന്ന ദൈവം ശക്തനായ ദൈവമാണ്. അതുകൊണ്ടാണ് യെരിഹോ പട്ടണത്തിന്റെ ചുറ്റും നിന്നുകൊണ്ട് ആർപ്പിടാൻ പറഞ്ഞത്. ആർപ്പിട്ടാൽ മതിൽ വീഴും, ആരാധിച്ചാൽ മതിൽ വീഴും, ആരാധിച്ചാൽ കെട്ടുകൾ പൊട്ടും, ആരാധിച്ചാൽ അടിസ്ഥാനങ്ങൾ കുലുങ്ങും, ആരാധിച്ചാൽ ബന്ധനം അഴിയും, ആരാധിച്ചാൽ ചങ്ങലകൾ പൊട്ടും. ദൈവജനം ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ ഭൂമിയിലും സ്വർഗത്തിലും ചില അത്ഭുതങ്ങളുടെ പ്രവൃത്തി വെളിപ്പെടും. അത് വിശ്വസിക്കുന്ന ദൈവജനത്തിന് ഇന്നും ആരാധിക്കാതിരിക്കാൻ സാധ്യമല്ല. പ്രൈസ് ഗോഡ്. കാലുകൾ കെട്ടത്തക്കവണ്ണം ശത്രു നിന്നെ ബന്ധിച്ചാലും പുറമടിച്ച് പൊട്ടിച്ചാലും യേശുവിനെ അറിയാവുന്നവൻ, യേശുവിനെ ആരാധിക്കാൻ അറിയാവുന്നവൻ ആരാധിച്ച് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നീ കിടക്കുന്ന സ്ഥാനത്ത് മാത്രമല്ല ചുറ്റുപാടും ചലനം ആരംഭിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിന്നെ അകത്തിട്ട് പൂട്ടിയ കാരാഗ്രഹത്തിന്റെ ഫൗണ്ടേഷൻ ഇളകത്തക്കവണ്ണം ദൈവശക്തി വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ പൂട്ടിയിട്ട വാതിലുകൾ തുറക്കത്തക്കവണ്ണം ദൈവശക്തി വ്യാപരിക്കുകയാണ്. ഉടബല ഹദ്ല ജലബല ഹദ്ല ഹൗഡ. നിന്നെ ബന്ധിച്ചിട്ട ചങ്ങലകൾ പൊട്ടത്തക്കവണ്ണം ദൈവശക്തി വ്യാപരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ആ ശക്തി വ്യാപരിക്കണം. അതിനെ മിണ്ടാതിരുന്ന ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. പരാതി നിർത്ത്, ആരാധന ഉയരട്ടെ. യേശുവിന്റെ നാമത്തിൽ രഥങ്ങൾ ചുടറ്റുട്ട് കുന്തം മുറിയട്ടെ, കുന്തങ്ങൾ മുറിയട്ടെ, വില്ലുകൾ ഒടിയട്ടെ, രഥങ്ങളെ തീയിലിട്ട് ചുടുന്ന അനുഭവം ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു കാലം കാണുകയില്ലെന്ന് ആമേൻ വചനത്തിൽ എഴുതിയത് ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം യെസ് ലോർഡ്, യെസ് ലോർഡ്, യെസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുകയാണ്.
വഴിയൊരുക്കും അവനാഴിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും